സർ, പാചകവാതക വില അല്ലെങ്കിൽ അതിന്റെ ഒരു ദൗർലഭ്യം വലിയ രീതിയിലാണ് കേരളത്തെ എഫക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. സമൃദ്ധി ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾ അടച്ചുപൂട്ടി എന്നുള്ളതാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളെ ബാധിക്കുന്നതിനേക്കാൾ ഉപരി വാണിജ്യപരമായി അല്ലെങ്കിൽ ഹോട്ടൽ വ്യവസായത്തെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് ഈ പ്രതിസന്ധി മുറിച്ചു കടക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. നീതു ഇപ്പൊ ചോദിച്ചത് കേരളത്തിനെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന, കേരളത്തിനെ മാത്രമല്ല കേരളത്തിനെ എന്തുകൊണ്ട് ഞാൻ ബാധിക്കുന്നു എന്ന് ഞാൻ ഒന്നും കൂടെ പിന്നെ വിശദമാക്കാം. ഇന്ത്യയെ മൊത്തത്തിനെ അല്ലെങ്കിൽ കേരളത്തിനെ പ്രത്യേകിച്ചും ബാധിക്കാൻ പോകുന്ന വലിയ ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. നമ്മുടെ പെർസെൻറ്റേജ് ഇപ്പം നമ്മൾ വിചാരിക്കുക എല്ലാ വീട്ടിലും, അങ്ങനെയല്ല. ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും വിറക് അല്ലെങ്കിൽ കൽക്കരി അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങളും ഉപയോഗിച്ച് നമ്മൾ ഇന്ത്യയിലെ 144 കോടി ജനങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം പരിപാടികളൊന്നും ഈ നമ്മുടെ മലയാളി ഉപയോഗിക്കുന്നില്ല. മലയാളി പ്രധാനമായിട്ട് വീട്ടിൽ ഇന്നിപ്പോ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്യാസ് തന്നെയാണ്. കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വൈദ്യുതിയുടെ വില മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതലാണ്. നമ്മുടെ KSEB, അതായത് കേരള സർക്കാർ നമുക്ക് വൈദ്യുതി വിൽക്കുന്നത് വളരെ കൂടുതലാണ്. സോളാർ എത്രയൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ എളുപ്പവും ഈ സ്പീഡും ഒക്കെ കരുതി മലയാളി വളരെ തിരക്കിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും മലയാളി പാചകത്തിന് ഉപയോഗിക്കുന്നത് ഗ്യാസ് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഗ്യാസിലുള്ള ഡിപ്പെൻഡൻസ്, നമ്മൾ ആശ്രയിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളി വളരെ കൂടുതലാണ്. ഇത് ആദ്യത്തെ കാര്യം. രണ്ട്, ഈ മലയാളി ഗ്യാസ് ഉപയോഗിക്കുമ്പം ആ ഗ്യാസ് സപ്ലൈ ഉണ്ടാകണം. ഈ സപ്ലൈയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് പെട്രോള് ഒരു ഏകദേശം 40 ദിവസം വരെ പിടിച്ചു നിൽക്കാനുള്ള കരുതൽ ശേഖരമുണ്ട്. അങ്ങനെ വേണമെന്നാണ് ഒരു അന്താരാഷ്ട്ര കണക്ക്. ഓരോ രാജ്യത്തിനും 40 ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റണം. പക്ഷേ നമ്മുടെ ഗ്യാസിന്റെ, നമുക്ക് പെട്രോൾ ഓയിൽ നമുക്ക് റിസർവുകളുണ്ട്. പക്ഷെ നമ്മുടെ ഗ്യാസിന്റെ കാര്യം വലിയ പ്രശ്നമാണ്. ഗ്യാസിന്റെ നമ്മുടെ കരുതൽ ശേഖരം എന്ന് പറയുന്നത് 2 ആഴ്ചത്തേക്കുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ വരുന്നതനുസരിച്ച് ചെലവാക്കുന്നതനുസരിച്ച് വന്നുകൊണ്ടും ഇരിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.